ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോര് കാച്ചാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ സ്പെഷ്യൽ കൂട്ട് ചേർത്ത് നല്ല കിടിലൻ രുചിയിൽ തയ്യാറാക്കിയ ഒരു മോര് കാച്ചിയതിൻ്റെ റെസിപ്പിയാണിത്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 3-4 പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഈ മുളകിന്റെയും ഒക്കെ ആ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മോരുകറിയിലേക്ക് ഒരു സ്പെഷ്യൽ കൂട്ട് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ തന്നെ കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിയില വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു കവർ പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മിക്സ് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഈ ഉടച്ചെടുത്ത തൈര് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് പാനിൽ നിന്നും മാറ്റി വെക്കണം. നമ്മൾ ഇത് നന്നായിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ഈ മോര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാകും. ഇങ്ങനെ ഒരു മോര് കാച്ചിയത് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനിയൊരു ഈസി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.